മാറ്റില്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ ആദർശിൻ ആണെങ്കിൽ നാഗേന്ദ്രൻ്റെയും അയാൾ ചെയ്ത ചതികളെയും കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം തിരികെ എത്തുന്ന വേളയിലാണെങ്കിൽ നമ്മുടെ നയനയോട് ആദർശ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ അനി ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ആദർശിനോട് പറയുകയും ചെയ്യുകയാണ്. അതായത് എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം, ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, തീരുമാനമെടുത്തിരിക്കുകയാണ്. നന്ദുവും അങ്ങനെ തന്നെയാണ്. അവൾക്ക് പക്ഷേ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനോ വേദനിപ്പിക്കാനോ കഴിയുകയില്ല. അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തിയും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും, അതായത് ഏട്ടത്തിയുടെ വീട്ടുകാരെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നയന പറയുന്നുണ്ട്, എടാ അനി നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും പോരേടാ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തി എനിക്ക് നന്ദു അല്ലാതെ വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഏട്ടത്തി അത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. എനിക്ക് അത്രമാത്രം നന്ദുവിനെ ഇഷ്ടമാണെന്ന് അനി പറയാതെ പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാൻ കഴിയുകയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ.